സ്കൂൾ പ്രിൻസിപ്പലിനെ വിദ്യാർത്ഥികൾ കുത്തിക്കൊന്നു. 2 വിദ്യാർത്ഥികൾ ചേർന്നാണ് കൊല നടത്തിയത്. ആദിൽ പാലോട് ചേരുന്നു. വിശദാംശങ്ങൾ. അതിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ പുറത്തുവരുന്നത്. ഈ പ്രിൻസിപ്പലിനെ എന്തിനാണ് വിദ്യാർത്ഥികൾ കുത്തിക്കൊന്നത്? ഇപ്പോൾ പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം തന്നെ വരുന്നുണ്ട് റോഷ്നി. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ പ്രിൻസിപ്പൽ, സ്കൂളിന്റെ വിവരം കൂടിയുണ്ട്. കാർട്ടർ മെമ്മോറിയൽ സ്കൂൾ ബാസ് വില്ലേജിലെ സ്കൂളാണ്. ആ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് സ്കൂളാണെന്ന് മനസ്സിലാക്കുന്നു. ആ സ്കൂളിലെ പ്രിൻസിപ്പലിനെ 2 വിദ്യാർത്ഥികൾ ചേർന്ന് കുത്തിക്കൊന്നിരിക്കുകയാണ്. ഇതിന്റെ കാരണം പോലീസ് തന്നെ വിശദീകരിക്കുന്നത് ഈ കുട്ടികളോട് മുടി വെട്ടിവരണമെന്നും കൂടുതൽ അച്ചടക്കം പാലിക്കണമെന്നും സ്കൂളിൽ അച്ചടക്കത്തോടെ നടക്കണമെന്നും പ്രിൻസിപ്പൽ നിർദ്ദേശിച്ചിരുന്നു. ഒരു ശകാരമായി തന്നെ പ്രിൻസിപ്പൽ കുട്ടികളോട് സംസാരിച്ചിരുന്നു എന്നതാണ് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നവരും. ഇതിന് പിന്നാലെയാണ് ഇതിന്റെ ദേഷ്യത്തിൽ 2 വിദ്യാർത്ഥികൾ, 2 പേരും പ്രായപൂർത്തിയാകാത്തവരാണ്, ഈ 2 പേരും ചേർന്ന് പ്രിൻസിപ്പലിനെ കുത്തിക്കൊന്നിരിക്കുന്നത്. ഈ കുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒപ്പം പ്രിൻസിപ്പലിന്റെ മൃതദേഹം ഹിസാറിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പോസ്റ്റ്മോർട്ടത്തിനായി. വിശദമായ ഒരു അന്വേഷണം തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹരിയാന പോലീസ് നിലവിൽ അറിയിക്കുന്നത്. ഞെട്ടിക്കുന്ന, നടുക്കുന്ന സംഭവമാണ് ഹരിയാനയിലെ ഹിസാറിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 2 വിദ്യാർത്ഥികൾ, പ്രായപൂർത്തിയാകാത്തവരാണ്, 2 വിദ്യാർത്ഥികൾ ചേർന്ന് അധ്യാപകനെ, പ്രിൻസിപ്പലിനെ കുത്തിക്കൊന്നിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. റോഷ്നി. ഓക്കെ, ആദിൽ പാലോടാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഒരു വാർത്ത കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. ഒരു അധ്യാപകൻ, സ്കൂളുകളിൽ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, ഒരുപാട് വിദ്യാർത്ഥികളുടെ പെരുമാറ്റങ്ങൾ, അവരുടെ സംസാരങ്ങൾ, വളരെ വേദനിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഉസ്താദന്മാർക്കും അധ്യാപകന്മാർക്കും പറയാനുണ്ട്. വീട്ടിൽ നിന്നും അതുപോലെ രക്ഷിതാക്കൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഉസ്താദിൻ്റെ തലക്കും അതുപോലെ സ്കൂൾ അധ്യാപകന്മാരുടെ തലക്കും ഏൽപ്പിച്ചിട്ടുണ്ടാകും. മകൻ നോക്കൂ, ഈ അധ്യാപകനെ കൊല്ലാനുള്ള കാരണം 2 പറയുന്നു. ഒന്ന്, അച്ചടക്കത്തോടു കൂടി സ്കൂളിൽ നടക്കണമെന്ന് പറഞ്ഞു. 2ാമതൊരു കാരണം തലയുടെ മുടി വെട്ടി വരാനാണ്. എല്ലാ മഹല്ലത്തും ഉസ്താദന്മാരുടെ പണി അതാണ്. മക്കളുടെ മുടിയൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി വെക്കേണ്ട ജോലി അത് ഉസ്താദിൻ്റെതാണ്. പിന്നെ അവ നല്ല അച്ചടക്കത്തിലിരിക്കേണ്ട ജോലിയൊക്കെ ഇന്ന് ഉസ്താദന്മാരെ തലയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. മക്കൾ തലയിൽ മുടിയുണ്ടെങ്കിൽ അതൊക്കെ ഉസ്താദിൻ്റെ ഒരു ഉത്തരവാദിത്വം പോലെ. അതിനെക്കുറിച്ച് ഉസ്താദന്മാർ കാര്യമായി ചോദിച്ചെന്തെങ്കിലും അടിച്ചു എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒരു ഭാഗത്ത് ഉസ്താദന്മാരെ വളരെ കാണുന്നതും പെരുമാറുന്നത് വേറെ ഒരു രീതിയിലാണ്, അവിടെ മാതാപിതാക്കൾ മറ്റൊരു രീതിയിലാണ്. എത്ര സ്ഥലങ്ങളിൽ എത്ര അധ്യാപകന്മാർ വേദനകൾ അനുഭവിക്കുന്നു. വിദ്യാർത്ഥികളുടെ പെരുമാറ്റം ഒരുപാട് ഉസ്താദന്മാരെ വേദനിപ്പിച്ച, ഒരുപാട് അധ്യാപകന്മാരെ വേദനിപ്പിച്ച. ഈ അടുത്ത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു മുഅല്ലിം ഉസ്താദ് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നു. പെട്ടെന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. സമയം വൈകി വന്നതാണ്. വൈകി വന്നപ്പോൾ ഉസ്താദ് കാര്യമായി ചോദിച്ചു, എപ്പോഴും വൈകി വരുന്നത് എന്തിനാണെന്ന് ചോദിച്ച ഉടനെ ഈ വിദ്യാർത്ഥി, എത്രാം ക്ലാസ്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്, നേരെ ഉസ്താദിനെ അടിക്കാനാണ് പോയത്. അങ്ങനെ ഉസ്താദിനെ അടിച്ചു. അങ്ങനെ എന്നോട് വന്ന് ഈ കാര്യം പറഞ്ഞു. ഞാൻ പിന്നെ ആ കുട്ടീൻ്റെ അരികിൽ പോയി. കുട്ടി വലിയ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. മാതാപിതാക്കളെ വിളിച്ച് പിന്നെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ വന്ന് കാര്യങ്ങളായ ഗൗരവത്തോടു കൂടി പറഞ്ഞു. ഈ വിദ്യാർത്ഥി അത്രയും പെട്ടെന്ന് ഈ ഉസ്താദിനെ എതിർക്കാനും, ഉസ്താദ് അങ്ങൊരു അടി കൊടുത്തിരുന്നെങ്കിൽ ആ വിദ്യാർത്ഥി മരിക്കുമായിരുന്നു. അത്രയ്ക്കും തൻ്റെ ഇടമുള്ള ഉസ്താദാണ്. എന്നാലും വിദ്യാർത്ഥികളുടെ മുമ്പിൽ അങ്ങനെ ഒന്ന് അടിച്ചപ്പോൾ തിരിച്ചു കൊടുക്കാൻ ഉസ്താദിനെ കൊണ്ട് കഴിയാത്തതൊന്നുമല്ല. പിന്നെ ഉസ്താദ് എന്തിനവിടെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ എന്തും പറയുമല്ലോ വീട്ടിൽ പോയി. വിദ്യാർത്ഥികൾ പറയുന്നതാണ് സത്യസന്ധമാണ് എന്ന് മാതാപിതാക്കൾ വിശ്വസിക്കുന്നവരാണ്. പിന്നെ കാണാൻ നല്ല ഉസ്താദന്മാർ നല്ല കഴിവും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഉസ്താദിനെ കുറിച്ച് തന്നെയാണ് അവർ ആരോപണമായി പറയുന്നത്. അത്രത്തോളം ഒരുപാട് പ്രശ്നങ്ങളാണ് ഇത്. പ്രത്യേകിച്ച് ഈ മാതാപിതാക്കൾ ഫോൺ വിളിച്ച് പറയുന്നതാണ് കുട്ടികളുടെ മുടിയുടെ കാര്യം പലതുമൊക്കെ. പിന്നെ മാതാപിതാക്കൾക്ക് എന്താ വീട്ടിൽ ജോലി? അവർ തീറ്റുപോറ്റുക ഒന്നല്ലാതെ മറ്റൊന്നില്ല.
എല്ലാ വിദ്യാർത്ഥികളും നല്ല അച്ചടക്കമുള്ള നല്ല സൽസ്വഭാവത്തിൻ്റെ വിദ്യാർത്ഥികളുണ്ട്. ചില വീടുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ, ഇത്ര മോശക്കാരായ വിദ്യാർത്ഥികൾ ഏത് വീടിനെന്നറിയോ? ആ മാതാപിതാക്കളും മോശമായി മറന്ന വീട്ടിൽ തന്നെ ഈ മോശപ്പെട്ട വിദ്യാർത്ഥികളാണ് വരുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മാതാപിതാക്കളുടെ രഹസ്യമാണ് മക്കളെ എന്നുള്ളത്. കാരണം ഭാര്യ ഭർത്താക്കന്മാർ എന്നും വീട്ടിൽ ഇടിയാണ്, അടിയാണ്. ഇത് കണ്ട് വളർന്ന മക്കളാണ്. പിന്നെ ഇന്ന് ലഹരിയുടെയും അടിമകളായ മക്കളാണ് സ്കൂളുകളിൽ മദ്രസകളിൽ വരുന്നത്. ആ മക്കള്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നാട്ടിലോ അല്ലെങ്കിൽ മറ്റാരിൽ നിന്നും പറഞ്ഞാലോ അവർ പറയും, ഒരു വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ പോലും കഴിവില്ലാത്ത എന്ത് ഉസ്താദാണ് അല്ലെങ്കിൽ എന്ത് അധ്യാപകനാണ് എന്ന് നിസ്സാരമായി കാണും. അതുകൊണ്ട് പല അധ്യാപകന്മാർ അതെല്ലാം മറച്ചു വെക്കും. നോക്കൂ, പാവപ്പെട്ട അധ്യാപകൻ സ്കൂളിൽ വന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് മയ്യത്തായിട്ടാണ്. സ്വന്തം വിദ്യാർത്ഥികൾ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉപ്പയുടെ സ്ഥാനത്താണ് ഒരു അധ്യാപകനെ കാണേണ്ടത്. ആ അധ്യാപകൻ തൻ്റെ മക്കളുടെ, അതും പ്രായപൂർത്തിയാകാത്ത മക്കളാണ്, എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും ചില വിദ്യാർത്ഥികൾ ഉസ്താദന്മാർ അധ്യാപകന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പകവീട്ടുന്ന ഒരു സ്വഭാവം നമ്മുടെ നാടുകളിലേക്ക് നടന്നു വരുന്നുണ്ട്. ഇത് ഇങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ വീടിലുള്ള അച്ചടക്ക ഇല്ലായ്മയാണ്. വീടിൽ സംസാരിക്കുന്നത് അങ്ങനെയാണ്, മോശപ്പെട്ട രീതിയിലാണ് അധ്യാപകന്മാരെ ഉസ്താദന്മാരൊക്കെ വീട്ടിൽ സംസാരിക്കുന്നത്. അപ്പോൾ ആ മക്കൾ വിചാരിക്കുമോ ഒരു നിസാരക്കാരാണ് എന്ന് വിചാരിക്കും. ഒരു ഗൗരവത്തോടു കൂടി കാണുമല്ലോ. ഉസ്താദന്മാരോട്, അധ്യാപകൻ ആരോടൊരു പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് മക്കളെ മുമ്പിൽ വെച്ച് കാണിക്കാൻ പാടില്ല. ഈ അടുത്ത് 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിൻ്റെ അരികിൽ പോയി ഈ കോട്ടവായിടുമല്ലോ, ഇങ്ങനെ കോട്ടവായിടുന്ന സമയത്ത് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണമെന്ന് പഠിപ്പിച്ചിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം കോട്ടവായിടുമ്പോൾ, എന്തുകൊണ്ട് മോളെ നീ കോട്ടവായിടുമ്പോൾ വായടക്കാതെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ആ വിദ്യാർത്ഥി പറഞ്ഞ മറുപടി, ഉസ്താദെ നിങ്ങൾക്ക് ഭ്രാന്താണ്, ശരിയില്ല എന്നാണ്, വളരെ മോശമായിട്ടാണ്, എന്തിനാ മോളെ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മോള് പറയുന്നത്, അതായത് ഉമ്മ പറഞ്ഞതാണ് നീക്ക് ഭ്രാന്താണ്. എന്താ ഉമ്മ എനിക്ക് ഭ്രാന്തെന്ന് പറയാൻ കാരണം? ഉമ്മാൻ്റെ മടിയിൽ ഞാൻ കിടക്കുമ്പോൾ ഉമ്മ കോട്ടവായിട്ടു. അപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞു ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, ആരാ പറഞ്ഞത് ഇങ്ങനെ? ഉസ്താദ് വരെ പണിയിൽ അയാൾക്ക് ഭ്രാന്താണെന്ന് ഉമ്മ പറഞ്ഞതാണെന്ന്. ആ ഭ്രാന്തനായ ഒരു അധ്യാപകൻ ഉസ്താദിൽ നിന്ന്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ ഉലൂമുകൾ സ്വീകരിക്കാൻ ഒരിക്കലും തയ്യാറില്ല. ആർക്കും ഒരു ഭ്രാന്തനാവണമെന്ന് ആഗ്രഹമില്ല. എല്ലാവർക്കും ഒരു അംഗീകരിക്കപ്പെടുന്ന ഒരാളാകണമെന്ന് ആഗ്രഹമാണ്. അധ്യാപകന്മാരെ കുറിച്ച് കുട്ടികളെ മുമ്പിൽ നിങ്ങളത് വളരെ നിസ്സാരമായി സംസാരിക്കുകയാണെങ്കിൽ കുട്ടികളിലത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ്. പിന്നെ കോട്ടവായിടുമ്പോൾ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം പറയൂല ആ കുട്ടി. എന്തെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് തന്നെ ഭ്രാന്തന്മാരാണ്, നല്ലവരങ്ങനെ ഔദു പറയില്ല എന്നാണ്. ആ ഉമ്മ അത് നിസ്സാരമായി കണ്ടെങ്കിൽ കുട്ടിയിൽ അത് വലിയ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എത്ര സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ വെച്ച് അധ്യാപകന്മാർ എന്തെങ്കിലും അടിച്ചു എന്ന് പറയുമ്പോൾ, അയാൾ അങ്ങനെയാണ്, ഇനി അടിച്ചാൽ നീ വിടരുത്, നീ ചോദിക്കണം, നീ പിടിക്കണം, അച്ചടക്കത്തോട് സ്കൂളിൽ നടക്കണം, തലയിൽ മുടി വെട്ടരുത്, തലയിൽ മുടി വെട്ടണം, അത് അച്ചടക്കമാണ്, അദബ് പഠിപ്പിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾ ഒരു അധ്യാപകനെ പിടിച്ചു കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവർ, എത്ര ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളുമാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.